ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയ സ്നേഹിതരെ, ഇന്നലെ നാം പഠിച്ചത് കഴിഞ്ഞ 12-ാം തീയതി തൊട്ട്, ഓഗസ്റ്റ് മാസം 12-ാം തീയതി തൊട്ട് 18-ാം തീയതി വരെ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പഠിക്കുവാനായിട്ട് നാം ശ്രമിക്കുകയായിരുന്നു. ഇന്ന് വീണ്ടും പുതിയ ഓരോരോ വചനങ്ങളുമായി ഓഗസ്റ്റ് മാസം 29-ാം തീയതി വരെ ഉള്ള വചനങ്ങൾ 30-ാം തീയതി വീണ്ടും ആവർത്തിക്കും. നമ്മൾ ഓരോരോ വചനങ്ങൾ 29-ാം തീയതി വരെ പഠിക്കുന്നു. 30-ാം തീയതി അതെല്ലാം കൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യമാണ്. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 11. കഴിഞ്ഞ 10-ാം തീയതി, ഓഗസ്റ്റ് മാസം 10-ാം തീയതി നമ്മൾ പഠിച്ചൊരു വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം, ദ ബുക്ക് ഓഫ് സിറാഖ് 15-ാം അധ്യായം 15-ാം വാക്യമായിരുന്നു. ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ്. അതിങ്ങനെയായിരുന്നു പറഞ്ഞത്: മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ്. നമ്മൾ കണ്ട ആ വചനവുമായി ബന്ധപ്പെട്ട, അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വചനമാണ് ഇന്ന് പഠിക്കുന്നത്. അത് നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യമാണ്. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 11. അതിങ്ങനെയാണ് പറയുന്നത്: ഇന്ന് ഞാൻ നൽകുന്ന ഈ കൽപ്പന നിന്റെ ശക്തിക്ക് അതീതമോ അപ്രാപ്യമാം വിധം വിദൂരസ്ഥമോ അല്ല. ഇന്ന് ഞാൻ നൽകുന്ന ഈ കൽപ്പന ദൈവവചനമാണ്. വചനം തന്നെയാണ് കൽപ്പനയും. അതാണ് പ്രമാണവും. അതിൻ്റെ മറ്റ് വാക്കുകളാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവവചനം അത് പാലിക്കാൻ, അല്ലെങ്കിൽ അത് വായിക്കാൻ, അത് അപ്രാപ്യമാം വിധം വിദൂരസ്ഥമല്ല, ദൂരെയൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് നിയർ ടു യു. ദിസ് commandment that I am commanding you today is not too hard for you, nor is it too far away. അത് ദൂരെയൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് നിയർ ടു യു. അതെടുത്ത് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരുന്ന ഒരു വലിയ കലവറയാണ്. ദൈവവചനം വായിക്കണം. ദൈവവചനം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുടെ കലവറയായ തമ്പുരാൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിടും. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു വചനമെങ്കിലും പഠിക്കുവാനൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തുറന്ന് വായിക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ വീട്ടിൽ, നമ്മുടെയൊക്കെ അടുത്തായിട്ട് ദൈവവചന ഗ്രന്ഥമില്ലേ? അനേക സാക്ഷ്യങ്ങളുണ്ട്. അനേക മക്കൾ ദൈവവചനം വായിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ഒരുപാട് സംഭവങ്ങൾ, അത് എൻ്റെയും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരരെ, ദൈവവചനം വായിക്കുക. ഈ കൽപ്പന, ഇന്ന് ഞാൻ നൽകുന്ന ഈ കൽപ്പന, ഞാനല്ല, ദൈവം നൽകുന്ന ഈ വചനം നിന്റെ ശക്തിക്ക് അതീതമൊന്നുമല്ല, അപ്രാപ്യമാമിതം നിനക്ക് പ്രാപിക്കാൻ, നിനക്കെടുത്ത് വായിക്കാൻ അത് വിദൂരസ്ഥമോ അല്ല. ഇത് നിന്റെ തൊട്ടടുത്തുണ്ട്. വായിക്കാൻ ശ്രമിക്കുമല്ലോ, അല്ലേ? ജസ്റ്റ് ഗിവ് എ ട്രൈ. ഒരു പ്രാവശ്യം നമ്മളൊന്ന് ശ്രമിച്ചൂടെ? നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ.